ഓക്കെ, സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. എ പേഴ്സൺ ഇൻവെസ്റ്റ് ₹2,000 അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത് അറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% കോമ്പൗണ്ടഡ് മന്ത്ലി. ഓക്കെ ആണല്ലോ. അതായത് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ മാസവും. ഓക്കെ, എൻഡ് ഓഫ് ഈച്ച് മന്ത്. ഈ എൻഡ് ഓഫ് ഈച്ച് മന്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈച്ച് മന്ത് എൻഡ് ആനുവിറ്റിയാണ്. എൻഡ് എന്ന് പറയുമ്പോൾ റെഗുലർ ആണ്. അപ്പോൾ റെഗുലർ ആനുവിറ്റി ആണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. ഓക്കെ ആണല്ലോ. ഇനി എന്താ നമ്മൾ അറിയേണ്ടത്? 2,000 രൂപ എല്ലാ മാസത്തിൻ്റെയും അവസാനം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 6% കോമ്പൗണ്ടിങ് മന്ത്ലിയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ആനുവിറ്റി ആഫ്റ്റർ 10th പേയ്മെന്റ്. അങ്ങനെ 10ാമത്തെ പേയ്മെന്റ് അയാൾ ചെയ്തു. അങ്ങനെ ഈ 10ാമത്തെ പേയ്മെന്റും ചെയ്ത് അതിന്റെ അവസാനം അയാളുടെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടാകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 10ാമത്തെ പേയ്മെന്റ് ചെയ്തിട്ട് 10ാമത്തെ പേയ്മെന്റിന്റെ അവസാനം അയാളുടെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടാവും? ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫ്യൂച്ചർ വാല്യൂ. ഓക്കെ, സോ ഫ്യൂച്ചർ വാല്യൂ ആണ്, ആനുവിറ്റി ആണ്, റെഗുലർ ആണ്. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ ആനുവിറ്റി റെഗുലറിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. എന്താ ഫ്യൂച്ചർ വാല്യൂ ആനുവിറ്റി റെഗുലറിന്റെ ഇക്വേഷൻ? ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു a ഇൻറ്റു 1 + i ടു ദ പവർ n - 1 ഡിവൈഡഡ് ബൈ i. ഓക്കെ ആണല്ലോ. ഓക്കെ, പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നം, കൺവേർഷൻ പീരീഡ് വരുന്നുണ്ട്. മന്ത്ലി ആണെന്ന് പറഞ്ഞിട്ടില്ലേ അല്ലേ? നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോമ്പൗണ്ടഡ് മന്ത്ലി ആണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഐയുടെ താഴെ ഒരു ബൈസി കൊടുക്കേണ്ടി വരും, ഐയുടെ താഴെ ഒരു ബൈസി കൊടുക്കേണ്ടി വരും, എന്നിൻ്റെ കൂടെ ഒരു ഇൻഡിസി കൊടുക്കേണ്ടി വരും. ഇത്രയും മാറ്റങ്ങൾ അതിനകത്ത് വരുമല്ലോ മന്ത്ലി ആകുന്ന സമയത്ത്. ഇനി നമുക്ക് വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കാം. എയുടെ വാല്യൂ എന്ന് പറയുന്നത് ₹2,000 ആണ് പീരിയോഡിക് പേയ്മെന്റ്സ് പോകുന്നത്. സോ ഇവിടെ നമ്മൾ 2,000 ഇട്ട് കൊടുക്കും. 1 + i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, 6% ആണ്, 0.06 വരും, ഡിവൈഡഡ് ബൈ മന്ത്ലി ആയതുകൊണ്ട് ഒരു 12 വരും. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഓൾ റൈസ് ടു n × c എന്ന് പറയുമ്പോൾ 10th പേയ്മെന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്പർ ഓഫ് ഇയേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യേണ്ടി വരും? ഓരോ മാസത്തിലാണ് ഓരോ പേയ്മെന്റ്. അപ്പം 10th പേയ്മെന്റ് എന്ന് പറയുമ്പോൾ 10ാമത്തെ മാസത്തിന്റെ അവസാനമായിരിക്കുമല്ലോ പേയ്മെന്റ് അല്ലേ? ഒരു പേയ്മെന്റ് 1 മന്ത് അല്ലേ? അപ്പോൾ 10 പേയ്മെന്റ് എന്ന് പറയുമ്പോൾ 10ാമത്തെ മാസത്തിന്റെ അവസാനമായിരിക്കും പേയ്മെന്റ് വരിക. അപ്പം എന്നിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? 10 months ആയിരിക്കും വരിക. 10 monthsനെ നമ്മൾ വർഷത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 10/12 ആയിട്ട് മാറും. ഇൻറ്റു സി എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ഒരു 12 വരും. സോ -1 ഡിവൈഡഡ് ബൈ 0.06 ഡിവൈഡഡ് ബൈ 12. ഇത്രയും കാര്യങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ ഇനി നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യും അല്ലേ? സോ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഒരുവിധം 90% ക്വസ്റ്റ്യൻസും 3 സ്റ്റെപ്പിൽ തീരും. ഇക്വേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, ആൻസർ. സോ ഇക്വേഷൻ നമ്മൾ എഴുതി, സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്തു, ഇനി ആൻസർ കിട്ടണം അല്ലേ? അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വാല്യൂ ഏത് 0.06 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ 2 സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പോൾ m+ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിനകത്ത് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ നമ്മൾ ചെയ്യുക? 0.06 ഡിവൈഡഡ് ബൈ 12 എന്നിട്ട് അതിനെ ജസ്റ്റ് m+ൽ സേവ് ചെയ്യുക. ഓക്കെ ആണല്ലോ. എന്നിട്ട് ബാക്കി +1 ചെയ്യുക. കൂട്ടത്തിൽ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. എന്ത്? ഈ 12ഉം നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ എത്രാമത്തെ പവർ കണ്ടാൽ മതി? 10ാമത്തെ പവർ കണ്ടാൽ മതി. സോ ഇൻറ്റു 10th പവർ കാണണമെങ്കിൽ 2, 3, 4, 5, 6, 7, 8, 9, 10 -1 ഡിവൈഡഡ് ബൈ MRC ഇൻറ്റു 2000. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ 20456 ആണ്. ഓക്കെ, ഒരു 0.05 നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. ബട്ട് നമുക്ക് തന്ന ഓപ്ഷനകത്ത് 20456 വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇത് ചൂസ് ചെയ്താൽ മതി. അതിനർത്ഥം അയാൾ ഇന്ന് തൊട്ട് ഓരോ മാസത്തിൻ്റെയും അവസാനം ₹2,000 ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ 10ാമത്തെ മാസത്തിന്റെ അവസാനമാകുമ്പോഴേക്കും അയാൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തത് ₹20,000 ആയിരിക്കും അല്ലേ? 2,000 വെച്ച് 10 തവണ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ₹20,000 ആയിരിക്കും. പക്ഷേ അയാളുടെ അക്കൗണ്ടിൽ 20,456, അതായത് ഒരു ₹456 ഇൻട്രസ്റ്റ് എക്സ്ട്രാ കയറിയിട്ടുണ്ടാവും. അതാണ് ഫ്യൂച്ചർ വാല്യൂ. ഓക്കെ.